ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെജ് ഷവർമ്മയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ എനേബിൾ ചെയ്താണ് എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നോക്കിയാലോ. ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, പിന്നെ ഒരു ഹാഫ് കാബേജ്, ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്. ഇതെല്ലാം നല്ല ചെറുതാക്കി അരിയണം. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മയോനീസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള കുബൂസ് തയ്യാറാക്കാം. ഇത് 1/2 കപ്പ് പാലിൽ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. 2.5 കപ്പ് മൈദയിലേക്ക് അത് ഇനി കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് 1 മണിക്കൂർ ശേഷം. ഇനി ഞങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ട് വെക്കാം. ഇനി ഇതുപോലെ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. വല്ലാതെ തിന്നായിട്ട് പരത്തരുത്, കുറച്ചൊക്കെ ഒരു കട്ടി വേണം. ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് എണ്ണ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇപ്പം അതുപോലെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ് ചെയ്യാം. ആദ്യം അതിൻ്റെ മേലെ കുറച്ച് മയോനീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊന്നും അല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഷവർമ്മയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.